യെസ്, ഇനി ഇന്നത്തെ ആക്രമണങ്ങളിൽ ഈ ഖത്തർ എനർജി പാർട്ട്ണർ കമ്പനികൾക്ക് എങ്ങനെ ബാധിച്ചു, ഖത്തർ എനർജി മേഖലയെ, അതിൻ്റെ ഉൽപ്പാദനത്തെ, വിതരണത്തെ ഏത് രീതിയിൽ ബാധിച്ചു എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. അതൊരു കാര്യം. ഒപ്പം തന്നെ എയർലൈൻ കമ്പനികൾ ഇപ്പോൾ സർവീസ് താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ച കമ്പനികൾ ഈ സർവീസ് പുനരാരംഭിക്കുമെന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ, അറിയിപ്പുകൾ ഖത്തർ എയർവേസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ ഖത്തർ ഭരണകൂടം എടുക്കുന്നുണ്ടോ? അത്തരം വിവരങ്ങൾ കൂടി അബ്ബാസ്. ഈ ഖത്തർ എയർവേസ് ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്, നോർമലി ഖത്തർ എയർവേസ് എല്ലാ ദിവസവും രാവിലെ 9 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ തയ്യാറുള്ളത്. ഇന്ന് തന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാളെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഉണ്ടാകില്ല, അതിന് പകരം മാർച്ച് 6-ാം തീയതിയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ ഒരു ദിവസം കൂടി ഈ വ്യോമപാത അടഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ ഈ ഖത്തർ എയർവേസിൻ്റെ സർവീസുകൾ പുനരാരംഭിക്കുന്നത് വൈകുമെന്നുള്ളതിന് സൂചനയാണ്. ഇവിടെ 8000-ഓളം ട്രാൻസിറ്റ് യാത്രക്കാരാണ് ഖത്തറിൽ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രൂസ് കപ്പലുകളിൽ ഈ രാജ്യത്തേക്ക് വിസിറ്റ് ചെയ്യാനായി വന്ന നിരവധി ആളുകളും ഇവിടെയും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവിടുത്തെ സമുദ്ര ഗതാഗതവും അതുപോലെ തന്നെ വ്യോമപാതയും നിലവിൽ അടച്ച നിലയിലാണുള്ളത്. ഈ ആക്രമണത്തിന് ശേഷം ഇതുവരെ അത് തുറന്നിട്ടില്ല. ഏതായാലും വ്യോമപാത തുറക്കുന്ന മുറയ്ക്ക് ഈ സർവീസുകൾ പുനരാരംഭിക്കാം എന്ന നിലപാടിലാണ് നിലവിൽ ഖത്തർ എയർവേസ് ഉള്ളത്. സൈഫുദ്ദീൻ. യെസ്, അപ്പോൾ വ്യോമപാത തുറക്കുന്ന മുറയ്ക്ക് മാത്രമേ ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കൂ. അത് സംബന്ധിച്ചുള്ള ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് ഖത്തർ എയർവേസ് നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് മുഹമ്മദ് അബ്ബാസ് ദോഹയിൽ നിന്ന്.